നമുക്കിന്ന് സാറ്റിൻ റിബൺ വെച്ചൊക്കെ ട്യൂലിപ്സ് ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ കൈ കണ്ട കാര്യം ഒന്നും പറയില്ല. കാരണം കയ്യിലെല്ലാം നഖത്തിലും കയ്യിലും ഒക്കെ പശയും അതുപോലെ ഞാൻ ഉണ്ടാക്കാൻ എടുത്ത ആ റിബണിൻ്റെ കളറൊക്കെ ആയിട്ട് ആകെ അലങ്കോലായിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാറുണ്ട്. ആദ്യം തന്നെ ബാംബു സ്റ്റിക്ക് എടുക്കുക. ബാംബു സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള എഡ്ജ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പേപ്പർ റാപ്പ് ചെയ്ത് ഒരു ഈ കാണുന്ന ബഡ് പോലെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്ലൂ വെച്ച് ഒട്ടിക്കാം. അതിനുശേഷം നമ്മൾ ട്യൂലിപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ റിബണിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസ് ജസ്റ്റ് ഗം ഉപയോഗിച്ച് നമ്മൾ ആ ബാംബു സ്റ്റിക്കിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പേപ്പറിന്റെ മുകളിൽ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം ഒന്നും കൂടി സെക്യൂർ ആവാൻ വേണ്ടി ഞാൻ ആ സെയിം കളറിൽ വരുന്ന ത്രെഡ് ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് സെറ്റ് ആവും. ശേഷം നമ്മൾ ഇതിന്റെ പെറ്റൽസിന് വേണ്ടിയിട്ടുള്ള റിബൺ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലൈറ്റർ വെച്ച് എഡ്ജസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. വീഡിയോ കാണുന്ന രീതിയിൽ പെറ്റൽസിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ശേഷം ആ ബഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേപ്പർ ചുറ്റി ബാംബു സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ പേപ്പർ സൈഡിൽ രണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഈ പെറ്റൽ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കും. പിന്നീട് ഈ രണ്ട് സൈഡിലും വീണ്ടും പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുക. പെറ്റൽസ് ഒട്ടിക്കുന്ന സമയത്ത് താഴെ ഇച്ചിരി ഭാഗത്ത് മാത്രമേ ഗം ഇടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ത്രെഡ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരുപാട് ടൈറ്റ് ആക്കാതെ ഒന്ന് വലിച്ചു കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും നമ്മൾ ഒരു 4 പെറ്റൽസും കൂടി എടുത്ത് ഇതിന് ചുറ്റും ആ ഒരു ത്രെഡ് മറയ്ക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മറയ്ക്കുന്ന രീതിയിൽ മാത്രമല്ല, അതൊന്ന് കാണാൻ ഒരു ഭംഗി വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വീണ്ടും ത്രെഡ് എടുത്ത് ഞാൻ അതിന്റെ ചുറ്റും കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അല്പം ടൈറ്റ് ആയിട്ടാണ് കെട്ടിക്കൊടുക്കേണ്ടത്. ശേഷം ഈ കാണുന്ന ഗ്രീൻ പേപ്പർ ടേപ്പ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ടേപ്പ് എടുത്ത് ഞാൻ ആ ഒരു സ്റ്റെമ്മിലെല്ലാം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അത് 2 ലെയറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നത് സ്ട്രോ വെച്ചൊക്കെ ചെയ്തിട്ടുള്ള ട്യൂലിപ്പാണ്. മറ്റേത് നമ്മൾ ബാംബു സ്റ്റിക്ക് വെച്ച് ചെയ്തിട്ടുള്ളതും. അങ്ങനെ ഞാൻ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ വേസിലിട്ട് സെറ്റ് ആക്കി വെക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ആയിട്ട് നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാനും മറക്കണ്ട.